ഹായ് ഓൾ, എല്ലാവർക്കും രേവതീസ് വിഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യുന്നത് ഒരു കലണ്ടറാണ്. ഇതേ കണ്ടില്ലേ, ഇതുപോലൊരു കലണ്ടർ ഉണ്ടാക്കിയാൽ നമുക്ക് എല്ലാ വർഷവും ഉപയോഗിക്കാം. സിമ്പിളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ഇതിൻ്റെ ആദ്യത്തെ സംരംഭമാണ്. ആദ്യത്തെ പരിപാടി ആയതുകൊണ്ട് തന്നെ ഒരു രാധയും കൃഷ്ണനെയും വെച്ച് തുടങ്ങാമെന്ന് കരുതി. എല്ലാവരും കട്ട സപ്പോർട്ടുമായിട്ട് കൂടെ ഉണ്ടാവണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് തുടങ്ങാം. നേരെ വീഡിയോയിലേക്ക് പോയാലോ? ഞാനൊരു ഭീകര കലാകാരിയൊന്നുമല്ല, പിന്നെ എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള ഒരു സാഹസം മാത്രമാണിത്. ആദ്യം തന്നെ നമുക്കൊരു കൃഷ്ണൻ്റെയും രാധയുടെയും ചിത്രം വേണം. പിന്നെ ഒന്നും നോക്കിയില്ല, നെറ്റിൽ നിന്ന് അങ്ങ് ഡൗൺലോഡ് ചെയ്തു. ഇനി ഇതിൽ കളർ ചെയ്യണം, പിന്നെ സീക്വൻസ് ഒട്ടിക്കണം, ഗ്ലിറ്റേഴ്സ് കൊടുക്കണം, അലങ്കാര പണികളൊക്കെ ചെയ്യണം. അതിനുള്ള സാധന സാമഗ്രികളെല്ലാം പറക്കി നിരത്തി വെച്ചു. ഇനി കളറിങ് തുടങ്ങുകയാണ്. ഇതുപോലെ എനിക്കിഷ്ടപ്പെട്ട കളറുകളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മൊത്തം അക്രിലിക് കളേഴ്സാണ്. Je cherche un Pierre, un Paul, un Jacques, autant. ഇനി നമുക്ക് കൃഷ്ണൻ്റെയും രാധയുടെയും ഡ്രസ്സും അവരുടെ ഓർണമെൻറ്റ്സും മയിൽപ്പീലിയും ഒക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. നല്ല നല്ല കളർ കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും.
ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ഡെക്കറേഷൻസ് ചെയ്യാം. രാധയും കൃഷ്ണനും ഒക്കെ അല്ലേ കുറച്ച് തിളങ്ങി നിന്നോട്ടെ. അതിനായിട്ട് നമുക്ക് അവരുടെ ഡ്രസ്സിലൊക്കെ കുറച്ച് ഗ്ലിറ്റേഴ്സും സീക്വൻസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്ലിറ്റർ ഗ്ലൂ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ ഗ്ലൂ മിക്സ് ചെയ്ത് വരുന്നതുകൊണ്ട് ഈസിയാണ്. ഇതിങ്ങനെ തേച്ച് കൊടുത്താൽ മതിയാകും. ഗ്ലിറ്റർ പൗഡർ ഉണ്ട്. അതാണെങ്കിൽ ആദ്യം പശ തേച്ച് പിന്നെ പൗഡർ ഇട്ട് എടുക്കണം. കുറച്ച് പാടായിരിക്കും. ഇത് എളുപ്പമാണ്. ഇപ്പം നല്ല ഗ്ലേസിങ് ആയിട്ടില്ലേ? ഇതുപോലെ തന്നെ മയിൽപീലിയിലും കുറച്ച് ഗ്ലിറ്റേഴ്സ് ആഡ് ചെയ്യാം. ഒരു ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. മയിൽപീലിയുടെ ഒരു ഷെയ്ഡ് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിൽ സീക്വൻസിൻ്റെ വർക്ക് ചെയ്യാം. രാധയുടെ ഡ്രസ്സിൻ്റെ ബോർഡറിലും മയിൽപീലിയുടെ സെൻറ്ററിലും ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ കളറിങ്ങും അലങ്കാരപ്പണികളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പടം വെട്ടിയെടുത്ത് വയ്ക്കാം.
Je cherche un homme, un homme, un homme. Un Pierre au Paul, un Jacques au Tom. ഇനി നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ദേ നോക്കിയേ, അമ്മയുടെ കഷ്ടപ്പാട് കണ്ട് സഹായിക്കാൻ വന്ന ആളെ കണ്ടോ? എല്ലാ കളേഴ്സും വെച്ച് ബോർഡ് ഫുള്ള് കളറടിച്ച് തരുവാണ് രാത്രി 11 മണിക്ക്. ഇനി നമുക്ക് കുറച്ച് അടപ്പുകൾ വേണം. ഇതുപോലെ ഈ അടപ്പുകളുടെ മുകളിൽ പേപ്പർ ഒട്ടിച്ച് അതിൻ്റെ മുകളിലാണ് നമുക്ക് ഡേ, ഡേറ്റ്, മന്ത് ഇതൊക്കെ എഴുതേണ്ടത്. അടപ്പിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ പാകത്തിനുള്ള ഷേപ്പിൽ പേപ്പർ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ദാ ആവശ്യത്തിനുള്ള റൗണ്ടുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും ഓരോ അടപ്പിന്റെ മുകളിൽ ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഇത് മുഴുവൻ ബ്ലാക്ക് പെയിന്റ് ചെയ്തെടുക്കണം. ബ്ലാക്ക് സ്പ്രേ പെയിന്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അങ്ങനെ പെയിന്റടിയൊക്കെ കഴിഞ്ഞ് അടപ്പുകളെയൊക്കെ നല്ല കുട്ടപ്പന്മാരാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കളർ ചെയ്ത് വെച്ചിരിക്കുന്ന ബോർഡിൽ നേരത്തെ വെട്ടി മാറ്റി വെച്ച കൃഷ്ണനും രാധയും ഒട്ടിച്ചു വയ്ക്കാം. ഇനി നമ്മുടെ കുട്ടപ്പന്മാരായ അടപ്പുകളുടെ പുറത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതി ചേർക്കാനുണ്ട്. അതായത് മാസങ്ങൾ ജനുവരി, ഫെബ്രുവരി, അങ്ങനെ ഡിസംബർ വരെ, കൂടാതെ ഡേറ്റ് 1 തൊട്ട് 31 വരെ, പിന്നെ അതുപോലെ ഡേയ്സ് സൺഡേ, മൺഡേ, അങ്ങനെ സാറ്റർഡേ വരെ. ഇത്രയും കാര്യങ്ങൾ ഒരു കറക്ഷൻ പെൻ ഉപയോഗിച്ച് നമുക്ക് ഈ അടപ്പുകളുടെ മുകളിൽ എഴുതി ചേർക്കാം.
un homme, un homme, un homme. Un Pierre, un Paul, un Jacques, autant. അപ്പോൾ എഴുത്തൊക്കെ കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ബോർഡിൽ നല്ല ഭംഗിയായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇനി ഇതെല്ലാം ഗ്ലൂ ചെയ്ത് ബോർഡിൽ ഒട്ടിച്ചു വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഒട്ടിക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കലണ്ടർ. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടുന്ന 3 റിങ്ങുകളാണ്. കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡിൽ റിങ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ചാർട്ട് പേപ്പറിലാണ് ചെയ്തത്, അതിന് കട്ടി കുറവാണ്. അതുകൊണ്ട് 2 റിങ്ങുകൾ വീതം ചേർത്ത് ഒട്ടിച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ദേ നമ്മുടെ റിങ്ങുകൾ 3 റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കളർ ചെയ്ത് ഭംഗിയാക്കാം. ഞാൻ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ദേ കളറിങ് കഴിഞ്ഞ് നമ്മുടെ 3 റെഡ് റിങ്ങുകൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എന്തിനാണെന്ന് അറിയണ്ടേ? വാ കാണിച്ചു തരാം. നമ്മുടെ കലണ്ടറിനകത്ത് മന്ത്, ഡേ, ഡേറ്റ് ഒക്കെ പോയിന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ റിങ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. ഇതുപോലെ ഓരോ ദിവസവും മാറ്റി മാറ്റി വെച്ച് കൊടുക്കാവുന്നതാണ്. ദേ നമ്മുടെ കലണ്ടറിന്റെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. കണ്ടില്ലേ? എല്ലാ വർഷവും ഈ കലണ്ടർ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വർഷം മാത്രം വേണമെങ്കിൽ മുകളിലൊന്ന് മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. ഒരു കാർഡിലോ മറ്റോ ഒട്ടിച്ച് വേണമെങ്കിൽ മുകളിൽ പിൻ ചെയ്തോ ഒട്ടിച്ചോ വെക്കാം. വേണമെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ കലണ്ടർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. താങ്ക് യു.